Hello students, welcome back to the Excel series for accountants. എനിക്കറിയാം ഇതിപ്പോൾ സീരീസ് നിർത്തി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 3 weeks അപ്ലോഡോ ഒന്നും ചെയ്തില്ല. ആൻഡ് ദർ വാസ് എ ബ്ലാങ്ക് സിറ്റുവേഷൻ ഫ്രം മീ. ഞാൻ യൂട്യൂബിലോ വന്നില്ല, ഫുള്ളായിട്ട് ഓഫ്ലൈൻ ആയിരുന്നു അറിയാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വണ്ട് ടു ടേക്ക് ആൻ അപ്പോളജി ഫ്രം യു ഗൈസ്. ലൈക്ക് ഞാൻ ഒരു എക്സൽ സീരീസ് നിർത്തി തുടങ്ങിയിട്ട് എൻ്റെ ഒരു പ്രൊഫഷണലിസം വെച്ചിട്ട് ഐ ഷുഡ് ഹാവ് അപ്ലോഡഡ് ദാറ്റ് സീരീസ് റൈറ്റ്, ബട്ട് ഐ കുഡൻ ഡു ദാറ്റ്. കാരണം ഞാൻ മറ്റേ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുകളിലായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് വാസ് ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ് ആൻഡ് വിച്ച് കുഡ് നോട്ട് ബി അവോയ്ഡഡ്, ആൻഡ് ഐ ആം സോറി ഫോർ ദാറ്റ്. ആൻഡ് സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എക്സൽ ഫോർ അക്കൗണ്ടൻസിന്റെ ഏതാണ് ബേസിക് ഫോർമുലാസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂ പോവുകയാണെങ്കിൽ എന്താണ്, ഒരിക്കലും ഒരു ഇന്റർവ്യൂവർ നിങ്ങളോട് ബേസിക് ഫോർമുലാസ് എന്താണ്, സമ്മറിയോ ഇഫ് സമ്മറി എന്നൊക്കെ ചോദിക്കും. കാരണം അക്കൗണ്ടൻസിന് മസ്റ്റ് അറിയേണ്ട സാധനമൊക്കെ ഇതൊക്കെ. ബട്ട് ഒരിക്കലും ഇഫ് അറിയോ, ഇഫ് അറിയോ, മനി അറിയോ, മാക്സ് അറിയോ, കൗണ്ട് അറിയോ ഒന്നും ചോദിക്കൂല. ലൈക്ക് ദേ വിൽ ആസ്ക് യു ഇഫ് യു നോ എക്സൽ. സമ്മറി എന്ന് ചോദിക്കും, ഇഫ് അറിയോന്ന് ചോദിക്കും, പിന്നെ എക്സ് ലുക്കപ്പ് വി ലുക്കപ്പ് എല്ലാം അറിയാന്ന് ചോദിക്കാം. സോ ഞാനിവിടെ ബേസിക് ഫോർമുലയിൽ സ്റ്റാർട്ട് ചെയ്യാനെന്നൊരു കാരണമുണ്ട്. ലൈക്ക് ഐ കുഡ് ഹാവ് ടീച്ചഡ് യു വാട്ട് വിൽ കം ഇൻ ഇന്റർവ്യൂ. ബട്ട് നിങ്ങളൊരു ഫസ്റ്റ് തന്നെ ബേസിക് പഠിക്കാണ്ട് അഡ്വാൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് അറിയുന്നത് പോലെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ബേസിക് ഫോർമുലാസിൽ ടച്ചപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാല് ഇനി അങ്ങോട്ട് എക്സ് ലുക്കപ്പിൽ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ എക്സ് ലുക്കപ്പ്, പൈവറ്റ് ടേബിൾ, വി ലുക്കപ്പ് ഒക്കെ ഇടാൻ പഠിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാണ്ടിരിക്കാനും നിങ്ങളെ ഇന്റർവ്യൂ റെഡി ആക്കാനും. നിങ്ങൾക്ക് ഇപ്പം ഇന്റർവ്യൂവിൽ മാത്രം എക്സ് ലുക്കപ്പ് പറഞ്ഞ് ചിലപ്പം ജോബ് കിട്ടിയേക്കാം. ബട്ട് നമ്മൾ നോർമൽ ട്രാൻസാക്ഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇഫ്, സമ്മെല്ലാണ്, സബ് ടോട്ടൽ എല്ലാം വർക്ക് ആവാൻ. ആ ടൈമിൽ നിങ്ങൾക്ക് അതറിയില്ല പറഞ്ഞാൽ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് നെഗറ്റീവ് സൈഡ് റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ CMA ക്വാളിഫൈഡ് ആന്ന് പറയുന്നത്, ബട്ട് എനിക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. സോ ഫസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബേസിക് ഫോർമുലാസ് തുടങ്ങുന്നത്. അപ്പോൾ അധികം നീട്ടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. ആൻഡ് ഹിയർ ദർ ഇസ് എ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇൻവോയ്സും പേയ്മെന്റ്സും റിസീപ്റ്റും കാര്യങ്ങളെല്ലാം, പേയ്മെന്റ് കിട്ടിയതും പേയ്മെന്റ് പോയതെല്ലാം കാണിക്കുന്നത്. ആൻഡ് HBC അസോസിയേറ്റ് ആണ് കമ്പനി. ആൻഡ് മാർച്ച് മാസത്തിലാണ് ഈ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്നത്. സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിസീപ്റ്റ് ആണെങ്കിൽ ഇതിപ്പോ റിസീപ്റ്റ് ആണ് ഇവര് തരുന്നുണ്ട്, റിസീപ്റ്റ് ആണ് എമൗണ്ട് ഇത്ര എന്നെല്ലാം തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല്, ഇവിടെ ഇതിപ്പോ റിസീപ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇത് റിസീപ്റ്റ് ആണെങ്കിൽ 15,000 ഇവിടെ വരണം, ഇത് പേയ്മെന്റ് ആണെങ്കിൽ ഇവിടെ 8,500 വരണം, അങ്ങനത്തെ രീതിയിൽ. ഇതിപ്പോ റിസീപ്റ്റ് ഇല്ലെങ്കിൽ ഇത് 0 എന്ന് വരണം. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുല ഇട്ടിട്ട് റെഡി ആക്കണം. നമുക്കിപ്പോ ഓൾമോസ്റ്റ് 34 ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം മാനുവലി ടൈപ്പ് ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇതിപ്പോ നിങ്ങൾക്ക് ഒരേ ഫയലിൽ ഞാൻ തന്നോട്, ഒരേ ഷീറ്റിൽ തന്നോട് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഇത് 15,000 അടിക്കുക അങ്ങനെ പോവാം. ബട്ട് ഇതെന്താ, ഇത് 15,000 അടിക്കാം, ലൈക്ക് യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ്. ബട്ട് നിങ്ങൾ വേറെ ഷീറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പൽ കുറച്ച് ഇടങ്ങാറായിരിക്കല്ലേ. സോ ഐ വിൽ ടെൽ യു ഹൗ ടു. ഇതിപ്പോ എന്താ, നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യേണ്ടത് ഇഫ് ഫോർമുല. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലോജിക്കൽ ടെസ്റ്റ് ചെയ്യാം. എന്ത്, ഈ റിസീപ്റ്റ് ആണെങ്കിൽ ഈ എമൗണ്ട് ഇവിടെ വരണം എന്നാ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, D5 നെക്കാം. D5 സെൽ എന്ത് ചെയ്യാ, ക്ലിക്ക് ചെയ്യാം. D5 ആണെങ്കിൽ എന്ത് ചെയ്യണം, D5 is equal to എന്ത്, ഇൻവേർട്ടഡ് കോമ റെസീപ്റ്റ്. അത് റെസീപ്റ്റ് ആണെങ്കിൽ, D5 റെസീപ്റ്റ് ആണെങ്കിൽ പിന്നെന്താ, വാല്യൂ ഇഫ് ട്രൂ. അടുത്തെന്താ, വാല്യൂ ഇഫ് ട്രൂ. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാ, E5 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എമൗണ്ട്, ഈ എമൗണ്ട് കൊടുക്കുക. എന്ത് ചെയ്യാ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പൊ കണ്ട 15,000 വന്ന്. നിങ്ങൾ ഈ ഒരു ഫോർമുല അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ടാസ്ക് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ റിസീപ്റ്റിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാ, ഫുള്ള് ഷിഫ്റ്റ് കംപ്ലീറ്റ് സെല്ല് സെലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാ, Ctrl D നെക്കി കൊടുക്കുക. അപ്പൊ എന്തായി വന്ന്, ഇവിടെ എന്തായി, ഇത് 15,000 വന്ന്, ഇവിടെ റെസീപ്റ്റ് ഇല്ലാത്തൊരു ഫാൾസ് എന്ന് വന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇത് അഥവാ ഫാൾസ് വരണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മളിവിടെ എന്താ
വാല്യൂ ട്രൂ ആ കൊടുത്തിട്ടുള്ളൂ. ഇനി വാല്യൂ ഫാൾസ് ആയോടാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ഇൻവേർട്ടഡ് കോമ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫാൾസ് ആണെങ്കിൽ ഒന്നും വരണ്ടാന്ന്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് നെക്കുക, എല്ലാ സെൽസും നെക്കുക, ഏതാ എല്ലാ സെൽസിനൊക്കെ കൺട്രോൾ ഡി. അപ്പൊ എന്തായി, റിസീപ്റ്റ് മാത്രമാണെങ്കിൽ ഇവിടെ വന്ന്, ഓക്കെ, റിസീപ്റ്റ് 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 അങ്ങനെ വന്ന്. അതേപോലെ പേയ്മെന്റിലും ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഇതെന്ത്, ഇഫ് പേയ്മെന്റ് is equal to d6 is equal to ഇൻവേർട്ടഡ് കോമയ പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാ, വാല്യൂ വരണം. സോറി, ഇൻവേർട്ടഡ് ക്ലോസ് ചെയ്തിട്ടില്ല, ഐ എം സോറി ഫോർ ദാറ്റ്. എന്ത് ചെയ്യാ, വാല്യൂ എന്താണ്, വാല്യൂ വരണം. ഇത് വാല്യൂ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് കണക്കായി കൊടുക്കുന്ന, പിന്നെ ഡബിൾ ഇൻവേർട്ടഡ് കോമ, വാല്യൂ എറർ ആണെങ്കിൽ ഒന്നും വരണ്ട. എന്താ 15,000 പിന്നെയും വന്ന്. എന്താണ് ഇവിടെ മിസ്റ്റേക്ക്? നിങ്ങൾ ഇവിടെ എന്താ സെലക്ട് ചെയ്ത് കൊടുത്തേ, E5 ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ശരിക്കും എന്താ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, E6 ആയിരുന്നു. 8500 E5 15,000. എന്ത് ചെയ്യാം, ഇത് പേയ്മെന്റ് ആയിട്ടില്ല പോലും 15,000 വരാൻ കാരണം എന്താ? Can you spot the mistake? നമ്മൾ എവിടെ ഇത് കൊടുത്തിട്ടുള്ളത്, റെസിപ്റ്റിന്റെ സൈഡിലാണ്. പിന്നെ ഇഫ് ഫോർമുല ശരിക്കും നമ്മൾ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണ്ടേ, അതേപോലെ ഇവിടെ ഒന്ന് അടിച്ചു നോക്കിയേ, ഇഫ് എന്താ, പേയ്മെന്റ് ഇസ് ഈക്വൽ ടു എന്ത്, പേയ്മെന്റ് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ, 8500 പിന്നെന്താ കോമ ഇൻവേർട്ടഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് 8500. ഇത് കൺട്രോൾ സിയുടെ കൺട്രോൾ വി അടിക്കുക. ഇപ്പൊ പോയില്ലേ, അതായിരുന്നു അവിടെ നമുക്ക് വന്ന മിസ്റ്റേക്ക്. സോ ഈ നമ്മൾ ഫസ്റ്റ് എക്സിൽ എന്ത് ചെയ്യാ, നമ്മൾ കുറെ മിസ്റ്റേക്ക് ചെയ്യാം. പിന്നെ ആ മിസ്റ്റേക്ക് എങ്ങനെ അത് തെറ്റിയതെന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. ആ ഫിഗർ ഔട്ട് ചെയ്യുന്നതിലായിരിക്കും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാ, ആൻസർ പിന്നെ അങ്ങോട്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ എത്താൻ. സോ ഇത് കണ്ട, ഇനി എന്തായി, ഇത് സെറ്റ് ആയില്ലേ, റെസീപ്റ്റ് വന്ന് പേയ്മെന്റ് വന്ന്, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഇഫ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയതാണോ കയ്യിൽ പൈസ വന്നതാണോ എന്നറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇസ് ഈക്വൽ ടു എന്ത്, ഇഫ് എന്ത് ചെയ്യാ, ഇഫ് ഇത് ചെയ്യാം, d5 എന്ത് ചെയ്യാ, d5 ഇസ് ഈക്വൽ ടു റെസിപ്റ്റ് അടിക്കാം. d5 ഇസ് ഈക്വൽ ടു റെസിപ്റ്റ് ആണെങ്കിൽ ഇൻവേർട്ടഡ് കൂട്ടാ, എന്താ വാല്യൂ ട്രൂ ആണെങ്കിൽ എന്താ വരേണ്ടത്, മണി ഇന്ന് വരണം. വാല്യൂ ഫാൾസ് ആണെങ്കിൽ മണി ഔട്ട് എന്ന് വരണം എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പം മണി ഇന്ന് മണി ഔട്ട്. അപ്പം എന്ത് ചെയ്യാ, അത് ഇൻവേർട്ടഡ് കോമ കൊടുക്കുക, കാരണം അത് ഒരു ഇതാണ്, ലൈക്ക് ന്യൂമറിക്കൽസ് അല്ല, ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് കോമ മസ്റ്റ് ആണ്. മണി ഇന്ന് മണി ഔട്ട്. അപ്പൊ റിസീപ്റ്റ് ആണെങ്കിൽ മണി ഇന്നാന്ന് പറയും, റിസീപ്റ്റ് ഇപ്പൊ പുറത്ത് പോയ പേയ്മെന്റ് ആണെങ്കിൽ മണി ഔട്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ഡി ആക്കും. ഇപ്പൊ കണ്ട, മണീന്ന് ഇത് മണി ഇന്നാന്ന് പറഞ്ഞ റിസീപ്റ്റ്, ഇത് മണി ഔട്ടാന്ന് മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങൾ എന്താ അവിടെ ക്ലിയർ ആയി. ഇനി നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ എന്താ, ടോട്ടൽ ഓഫ് ഓൾ എമൗണ്ട്സ് റെസിപ്റ്റ് പ്ലസ് പേയ്മെന്റ്. റെസിപ്റ്റും പേയ്മെന്റ് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, സമ്മ്. അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, സം അടിക്കാം, എന്ത് ചെയ്യാ, സോറി എന്തോ സ്റ്റക്കായി, ടോട്ടൽ എമൗണ്ട് ക്ലിക്ക് ചെയ്യാം. കാരണം എന്താ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. സമ്മ് ടോട്ടൽ എത്രയാണെന്ന് പറയുന്നത്, മൊത്തം റെസിപ്റ്റും പേയ്മെന്റും. ഇനി റിസീപ്റ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും,
റെസിപ്റ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും? ഫിസിക്കൽ ടു എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ സം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല അങ്ങ് അടിച്ചു കൊടുക്കാം. അതായത് റെസിപ്റ്റിനെ മാത്രം എന്ത് ചെയ്യാ? സം ഇങ്ങനെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഐ എം സോറി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. F34 ടു ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 235 എത്രയാന്ന് വരും അല്ലേ? ആൻസർ ഇത് 235 745 വന്നായിരുന്നു. 35 750 ഫിസിക്കൽ ടു എന്ത് ചെയ്യാ? പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാ? പേയ്മെന്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സം അടിച്ചിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ചെയ്താൽ എന്ത്? യെസ്, ദർ വാസ് എ മിസ്റ്റേക്ക്. എന്താ മിസ്റ്റേക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സൽ റെഡി ആക്കുക. നമ്മളെന്താ സം അടിച്ചിട്ടില്ല. ഇപ്പൊ എന്താ 63 വരും. ഐ വുഡ് പ്രിഫർ ദാറ്റ് എന്താ നമ്മളിപ്പോ ഫോർമുല അല്ല പഠിക്കുന്നത്. ഇപ്പൊ സം ഇഫ് ഫോർമുലയിൽ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കൂന്ന് കാണിച്ചു തരാം. സം ഇഫ് പിന്നെന്താ, സോറി, കൺട്രോൾ സെറ്റ്. സം ഇഫ് എങ്ങനെ ഇത് പേയ്മെന്റ് ആണോ റെസിപ്റ്റ് ആണെങ്കിൽ ഇതെങ്ങനെ വരണോ നമ്മളെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിൽ ഒരു തെറ്റും ഇല്ലേ, ബട്ട് നമുക്ക് ചിലപ്പം ലാസ്റ്റ് വോളിയം ഓഫ് ട്രാൻസാക്ഷനിൽ ഇത് ഇങ്ങനെ ചെയ്ത് റെഡി ആവൂലെന്നുണ്ട്. മീൻസ് ഇപ്പോ ഞാൻ ഇപ്പൊ ഈ തന്ന കേസിൽ ഇത് റെഡി ആവും, ബട്ട് ചില കേസിൽ റെഡി ആവൂലെന്നില്ലേ. ഇപ്പൊ സം ഇഫ് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സം അതും ഇതേപോലത്തെ ഫോമുല. സം ഇഫ് ക്ലോസ് റേഞ്ച് ഏതാ വേണ്ടത്? ഫ്രം വെയർ ടു വെയർ. എനിക്ക് ഏതാ റേഞ്ച് വേണ്ടത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഒന്നെങ്കിൽ റെസിപ്റ്റ് ആണെങ്കിൽ അവിടെ വരണം, കാരണം റെസിപ്റ്റ് ആണെങ്കിലല്ലേ എമൗണ്ട് അവിടെ വരണമെന്ന് കാണിക്കുന്നത്. റേഞ്ച് കറക്റ്റ്. പിന്നെ നമ്മളെ ക്രൈറ്റീരിയ എന്താ? നമുക്ക് എന്താ റെസിപ്റ്റ് ആണെങ്കിൽ ആ റെസിപ്റ്റിന്റെ കോളത്തിലല്ല നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മളെ ക്രൈറ്റീരിയ എന്താ? റെസിപ്റ്റിന്റെ സ്പെല്ലിംഗ് റെസിപ്റ്റ് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. പിന്നെ സം റേഞ്ച് എന്താ വരേണ്ടത്? ഇത് 18 സോറി, ഐ ഡിഡ്ന്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. E5 to E13 ക്ലോസ് ചെയ്യാം. ഇപ്പൊ എന്താ 235 വന്നില്ലേ? ഇനി അതേ സാധനം എന്തേ ഇവിടെ ഇട്ട് കൊടുക്കാം. ഫിസിക്കൽ ടു സം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താ വരേണ്ടത്? റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. റേഞ്ച് എപ്പോഴും എവിടെയായിരിക്കും? ടൈപ്പിലായിരിക്കും റേഞ്ച് വരാം. കാരണം എന്തിനാ ടൈപ്പിൽ റേഞ്ച് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ പേയ്മെന്റ്സ് നമുക്ക് വേണ്ടേ. പേയ്മെന്റ്സ് റെസിപ്റ്റ് എവിടെയാ വരുന്നത്? ടൈപ്പിലല്ലേ. പിന്നെ നമ്മൾ എന്താ ക്രൈറ്റീരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏതാ വരേണ്ട ഒരു ക്രൈറ്റീരിയ ഇല്ലേ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ബട്ട് ഇതിൽ അതാവുന്നില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. ഇതിൽ അതാവുന്നില്ല. നോർമലി അത് അങ്ങനെ ആവാറുണ്ട്. 5 ഇത് ഓപ്പൺ ചെയ്യാം. പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. സം റേഞ്ച് എന്താ വരേണ്ടത്? സം റേഞ്ച് 15 to 30 ക്ലോസ് ചെയ്താൽ ഇതിലെന്താ തെറ്റ്? സം ഇഫ് D5 to D3 63 790 വന്നു. ആൻസർ കീയിൽ ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? 63 790. പെർഫെക്റ്റ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് ട്രാൻസാക്ഷൻ എമൗണ്ട്. ആവറേജ് AVG. ആവറേജ് റാങ്ക് ആവറേജ്. റാങ്ക് ആവറേജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോർമുല ആവറേജ് അടിച്ചു കൊടുക്കുക. E5 മീൻസ് ഈ സം ഏത് ഫിസിക്കൽ ടു ആവറേജ് സെലക്ട് ചെയ്യുക. ഫിസിക്കൽ ആവറേജ് സെലക്ട് ചെയ്യാൻ വരുന്നില്ലല്ലോ. ആവറേജ് സെലക്ട് ചെയ്യുക. നമ്പർ ഏതല്ല വരേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റാർട്ടിങ് ടു എൻഡ് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവറേജ് എത്രയാന്ന് വരും. ഇനി മാക്സിമം എത്രയാന്ന് അറിയാൻ ഏറ്റവും ഹയസ്റ്റ് മാക്സിമം ട്രാൻസാക്ഷൻ എത്രയാന്ന് അറിയാൻ എന്ത് ചെയ്യുക? ഇതേ ഫോർമുല അടിച്ചു കൊടുക്കുക. കൺട്രോൾ സെറ്റ് എന്ത് ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നോക്കാം ഇത് ഹയസ്റ്റ് മാക്സിമം. മാക്സ് E5 to E13. ഈ മിനിമം ആണെങ്കിൽ E5 to E13. അപ്പൊ ഇതിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഏറ്റവും E5 to E13 ഏറ്റവും മാക്സിമം എമൗണ്ട് ചെയ്ത ട്രാൻസാക്ഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സ് ഇത് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യാ? E5 to E13 ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യും?
എത്രയാ ഹയസ്റ്റ് എമൗണ്ട് പോയതെന്ന് കാണിക്കും. ഇനി എന്തെയാ നിങ്ങൾക്ക് ഫിസിക്കൽ ടു ഏതെയാ ഇനി ഏതാ മിനിമം അല്ല വേണ്ടേ? മിനിമം ഓപ്പൺ ചെയ്യാ. ഈ ട്രാൻസാക്ഷനിൽ ഏറ്റവും മിനിമം പോയ എമൗണ്ട് എത്രയാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെയാ മിനിമം. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ചിലപ്പം പെറ്റി ക്യാഷ് ആയിരിക്കും. അതൊക്കെ പെറ്റി ക്യാഷ് എന്താണെന്ന് അറിയില്ലേ? അപ്പൊ അത് ഫ്ലോട്ടിംഗ് ക്യാഷ്, ഫ്ലോട്ടിംഗ് അതിലും അതിനൊക്കെ ഉപകാരപ്പെടും. ഇനി കൗണ്ട് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ഇക്വൽ ടു കൗണ്ട് എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്? 30 ട്രാൻസാക്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പോ കൗണ്ട് ഓക്കെ. ഇനി കൗണ്ട് ഓഫ് റെസീപ്റ്റ് ട്രാൻസാക്ഷൻ ഓൺലി ആണെങ്കിൽ എന്ത് ചെയ്യാ? അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് ഇവിടെ പറയാനുള്ള ഏത് എക്സൽ ബേസിക്സ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഹയർ വേരിയന്റിലേക്ക് പോവാം. താങ്ക് യു ഫോർ യുവർ ടൈം.